ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എലൻ വാലി റിസർവയർ. ഈ റിസർവയർ സ്ഥിതികരിക്കുന്നത് മിഡ് വെയിൽസിനാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ തന്നെ പാർക്കിംഗ് ഫീ അടയ്ക്കുക. വണ്ടി നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തോ അടിച്ചാൽ മതി. ഫുൾ ഡേ പാർക്കിംഗ് ആണ്. 3 പൗണ്ടോ എന്തോ ഉള്ളൂ. 3 പൗണ്ടോ 5 പൗണ്ടോ എന്തുകൊണ്ടാണ് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ പോകുന്നത് വർത്താണ്. മാക്സിമം നേരത്തെ പോവുക. അധികം തിരക്കൊന്നുമില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വെളിയിലാണ് പാർക്കിംഗ് ഫീ അടയ്ക്കേണ്ടത്. ഡിജിറ്റലാണ്, കാർഡ് പേയ്മെൻ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ചില സോവനീഴ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. സ്റ്റോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കുന്ന ടൈപ്പ് കുറേ സാധനങ്ങൾ അതൊക്കെ മേടിക്കാൻ കിട്ടും. ചെല്ലുമ്പോൾ തന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായിട്ട് നടക്കാൻ തുടങ്ങാൻ. കാര്യം ഇത് കുറച്ച് നടക്കാനുള്ളൊരു സ്ഥലമാണ്. ആ ചെല്ലുന്ന ഭംഗി മാത്രം കണ്ടാൽ മതി. അത് കണ്ടിട്ട് തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ അത് വർത്താന്ന് ഞാൻ പറയത്തില്ല. കാര്യം മേളിലോട്ടും കൂടെ ചെന്നിട്ട് അതിൻ്റെ ഒരു മേളിൽ നിന്നുള്ള വ്യൂ കൂടെ കാണുന്ന ഒരു പ്രത്യേക ഫീലാണ്. 1893 ഇതിൻ്റെ പണിയെടുപ്പിച്ചത്. ശേഷം ഇത് ഫസ്റ്റ് ഫ്ലഡ് ആവാൻ തുടങ്ങി 1896. ഫസ്റ്റ് ഫ്ലഡ് മീൻസ് അത് വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയത് 1896. ബിർമിംഗ്ഹാം വാട്ടർ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ബിർമിംഗ്ഹാം കോർപ്പറേഷൻ്റെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു റിസർവോയർ വരുന്നത്. ബിർമിംഗ്ഹാമിൽ ക്ലീൻ വാട്ടറിൻ്റെ ലഭ്യത കുറവായ സമയത്ത് പണിയെടുപ്പിച്ചതാണ് ഈ ഒരു റിസർവോയർ. ഇപ്പം ബിർമിംഗ്ഹാമിലേക്ക് ക്ലീൻ വാട്ടർ വരുന്നത് ഈ ഒരു റിസർവോയർ വഴിയാണ് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാര്യം ഇതുപോലെ ഈ വാട്ടർ ഫ്ലോ ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അല്ലാത്തപ്പം കാണാനൊരു ഭംഗിക്കുറവ് കാണും. കാര്യം കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ചൂസ് ചെയ്ത വഴി ഇതാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി, മേളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വഴി നടന്നാണ്, ഈ ഒരു പാലം ക്രോസ് ചെയ്താണ് ഞങ്ങൾ പോയത്. അപ്പുറത്ത് വേറെ സ്റ്റെപ്പ് വഴി പോകാനുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത്. കാര്യം അതിനകത്ത് ഈ പോകുന്നത്, ഈ നേരെ കാണുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്ററിൻ്റെ റൂമാണ്. ആ റൂമും കടന്ന് ആ കാട് വഴിയാണ് ഞങ്ങൾ കയറിപ്പോയത്. അപ്പം ഒരു ട്രെക്കിംഗ് പോലെ ഞങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരത്തെ നാളത്തേക്ക് ശേഷം ഞങ്ങളങ്ങനെ മേളിൽ എത്തിയിരിക്കുകയാണ്. മേളിലെത്തി കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ നാട്ടിലെ ഡാമുകൾ എങ്ങനെയാണോ ആ സെയിം രീതി തന്നെ. പക്ഷേ ഈ ഒരു ഡാമും പിന്നെ ലേഡി ബോർ എന്ന് പറയുന്ന ഒരു റിസർവോയറുണ്ട്. ആ റിസർവോയറൊക്കെ വേറിട്ട് നിൽക്കാൻ കാരണം ഇതിൻ്റെ പണിയിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ വ്യത്യാസമാണ്. ഈ ഒരു എലൻ വാലി റിസർവോയറിൻ്റെ ഭംഗി കൂട്ടുന്നത് ഈ ഒരു വാട്ടർ ഓവർഫ്ലോ ആവുന്നത് ആ ഒരു പാറ്റേണും കാര്യങ്ങളും കാരണമാണ് വേറിട്ട് നിൽക്കുന്നത്. അതേസമയം ലേഡി ബോർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വാട്ടർ ഓവർഫ്ലോ ആകുന്നത് ഒരു കിണർ പോലൊരു നടുക്കൊരു, ഈ റിസർവോയറിന് തന്നെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് കുഴി പോലുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വെള്ളം ഇങ്ങനെ ഇരച്ചിറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സ്ഥലത്തേക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റുമോ എന്നറിയില്ല. പോകുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് അധികം ആൾക്കാർ കാണുന്നില്ല, എന്നാലും കാണുന്ന ആൾക്കാർ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചെയ്തല്ലാത്തൊരു ഉപകാരമാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഈ ഷോർട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത സ്ഥലമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.